ഹായ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഓൺ വോയിസ് ഇങ്ങനെ ഫേസ് ടു ഫേസ് വന്നിട്ട് കുറച്ചായി എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഷോർട്സിൽ വരുന്നതല്ലാണ്ട് ലോങ് വീഡിയോസിൽ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അത് നേരിട്ട് ആ സന്തോഷം നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. നല്ല ആദ്യത്തെ കടമ്പ കഴിഞ്ഞു, 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ചോദ്യങ്ങൾ കുറേ പേര് ചോദിച്ചു, പൈസ കിട്ടി തുടങ്ങിയോ, പൈസ കിട്ടുന്നുണ്ടോ, പൈസ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന് മറുപടിയും പിന്നെ നിങ്ങളുടെ അടുത്ത് ഒരു താങ്ക് യു പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഈ 1K സബ്സ്ക്രൈബേഴ്സ് ഞാൻ ഒരു 4 മന്തൊക്കെ എടുത്തു ആവാൻ വേണ്ടിയിട്ട്. ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു ഈ 1 മന്ത് കൊണ്ട്, ഈ 4 മന്ത് കൊണ്ടൊന്നും 1K ആവും അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. ഞാൻ വിചാരിച്ചത് ഞാൻ 100-ലോ 200-ലോ ഒക്കെ സ്റ്റക്കായി പോകുമെന്ന് വിചാരിച്ചിട്ടുള്ള ആളാണ് കേട്ടോ. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ യൂട്യൂബ് ചാനലാണിത്. ഫസ്റ്റ് ഒരു യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങി എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ തുടങ്ങിയിരുന്നെങ്കിലും ഞാൻ പകുതി വഴിയിൽ അത് ഉപേക്ഷിച്ച് കളയുകയാണ് ചെയ്തത്. എന്നെ കൊണ്ട് പറ്റൂല എന്ന് വെച്ചാൽ അതിൽ ഞാൻ കാണിച്ച ആദ്യത്തെ തെറ്റ് എന്ന് പറയുന്നത്, അത് ഇപ്പോഴാണ് കുറേ കൂടെ എനിക്ക് കാര്യങ്ങൾ ഇപ്പം എനിക്കെല്ലാം അങ്ങ് അറിയാമെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. എങ്കിൽ തന്നെയും അതിലാദ്യം കാണിച്ച തെറ്റ് ഇതായിരുന്നു, നിങ്ങൾ ആരും അത് കാണിക്കാൻ പാടില്ല. നമ്മൾ ആദ്യം തന്നെ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഒക്കെ ഞാൻ ഷെയർ ചെയ്തു, ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്ത് കൊടുത്തു എൻ്റെ യൂട്യൂബ്. അപ്പോൾ ആ ID, അത് ചാനലിൻ്റെ ID എല്ലായിടത്തും ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തു. ഹസ്ബൻഡിനെ കൊണ്ട് ഷെയർ ചെയ്യിപ്പിച്ചല്ല, ഹസ്ബൻഡ് ഷെയർ ചെയ്താണ് അന്ന്. അങ്ങനെ ഇപ്രാവശ്യം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ കർശനമായിട്ട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, എങ്ങും ഷെയർ ചെയ്യണ്ട, ആരടുത്തും പറയണ്ട അങ്ങനൊരു ചാനലുണ്ടെന്ന്. ഞങ്ങളൊരു സ്റ്റാറ്റസ് പോലും വെച്ചത് ഞാനൊരു 300 സബ്സ്ക്രൈബർ ആയിട്ടാണ്. അപ്പോഴും ഞാൻ ആരോടും പേഴ്സണലായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നൊന്നും പറഞ്ഞിട്ടില്ല. അതൊരു മണ്ടത്തരമാണ് ആദ്യത്തെ ഇതിൽ ഞാൻ പഠിച്ചത്. അപ്പോൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. ആദ്യത്തെ ഒരു ചാനലിൽ ഫ്ലോപ്പ് ആയതോടുകൂടി നമ്മളൊരു കാര്യം പഠിച്ചു. ആരോടും പറയാണ്ടൊരു ചാനൽ തുടങ്ങിയത് ഹസ്ബൻഡിനോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. ഹസ്ബൻഡിൻ്റെ ഫോണിൽ നിന്നിട്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ പുള്ളി വീഡിയോ ഒന്നും കണ്ടിട്ടൊന്നും ഇല്ലായിരുന്നു. മക്കൾ ഇവിടെ TV-യിൽ എൻ്റെ വീഡിയോസ് വെക്കുമ്പോൾ എനിക്ക് നാണക്കേടോ ചമ്മലോ അങ്ങനെ വെക്കണ്ടെന്നൊക്കെ ഞാൻ വഴക്ക് പറയുമായിരുന്നു കേട്ടോ. ഒരാളും കാണുന്നില്ല എന്നൊരു വിശ്വാസം തന്നെയാണ് ഞാൻ തുടങ്ങിയത്, കാണൂല എന്നുള്ളൊരിതില്ല. അങ്ങനെ പതുക്കെ 100, 200 അതിലെല്ലാം ഞാൻ താങ്ക് യു പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ 100, 200, 300 ഒക്കെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. 1 ലാക്ക് അടിച്ച ഫീലൊക്കെ ഉണ്ടെന്ന് ഞാൻ ആ 100 സബ്സ്ക്രൈബർ ആയ അന്ന് ഞാൻ ഷോർട്സ് വീഡിയോ മാത്രമേ ഇടുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാനൊരു ജൂൺ ലാസ്റ്റൊക്കെ ആയപ്പോഴാണ് വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയത്. ചാനലൊരു 1 ഇയർ ആയി ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടിട്ട്. പക്ഷെ അന്ന് ആദ്യമൊക്കെ പിള്ളേരുടെ ഡാൻസ് വീഡിയോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ മാത്രമേ ഇട്ട് ഞാനതങ്ങ് ഒതുക്കിയിട്ട്, അച്ഛൻ ഇവിടെ കൃഷി ചെയ്യുന്നതിൻ്റെ എന്തൊക്കെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഒരു മാസത്തെ ഒരു വീഡിയോ അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഞാനങ്ങ് നിർത്തും. അല്ലാണ്ട് അങ്ങനെ ഒരു യൂട്യൂബായിട്ട് അങ്ങനെ എടുക്കണോ എന്നൊന്നും എനിക്ക് ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ജൂണിൽ പിള്ളേരൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണല്ലോ, എന്തുകൊണ്ട് എനിക്കും ചെയ്തുകൂടാ? എന്നെ പോലുള്ള ഒരുപാട് വീട്ടമ്മമാർ വീട്ടിലെ കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് തന്നെ യൂട്യൂബ് നടത്തുന്നുണ്ടല്ലോ എന്നൊരു തോട്ട് എനിക്ക് തോന്നി. അങ്ങനെയുള്ള കുറേ ചാനലുകളൊക്കെ ഞാൻ കണ്ട് നോക്കിയപ്പോൾ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ. അപ്പം ഞാനും അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങി. അന്നൊരു പൊട്ട ഫോണിൽ നിന്നാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. എന്ന് വെച്ചിട്ട് ഞാൻ ഇതുപോലെ വലിയ ചാനലായി എന്നൊന്നും ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ട് പറയുമല്ല. 1K ആയതേ ഉള്ളൂ, 1K ആയതേ ഉള്ളൂ. അപ്പോൾ പക്ഷേ എനിക്ക് അത് ഭയങ്കര സംഭവമാണ് കേട്ടോ. ഒരാളെ കൊണ്ടുപോലും നമ്മൾ നേരിട്ട് പറഞ്ഞോ അങ്ങനെയൊന്നും സബ്സ്ക്രൈബ് ചെയ്യിക്കാണ്ട് 1K ആയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ എന്നെപ്പോലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. സ്ട്രഗിൾ ചെയ്യുന്ന, ഞാനും ഇപ്പോഴും സ്ട്രഗിളിങ്ങിൻ്റെ പാതയിൽ തന്നെയാണ് കേട്ടോ. പക്ഷെ ഞാൻ ഒരുപാട് അങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ ഭയങ്കര ഇഷ്ടത്തോടു കൂടിയിട്ടാണ് ഇപ്പം ഒരുവിധമെല്ലാം വീഡിയോകളെല്ലാം എനിക്കിഷ്ടമാണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. എന്നെ ആരും നേരിട്ട് കളിയാക്കിയിട്ടോ ഇത് കൊള്ളൂല എന്ന് പറഞ്ഞിട്ടോ ഒന്നുമില്ല, ഡിമോട്ടിവേറ്റ് ചെയ്തിട്ടുമില്ല, മോട്ടിവേറ്റ് ചെയ്തിട്ടും ഇല്ല കേട്ടോ. 1-2 പേരൊക്കെ കൊള്ളാം, നല്ലതാണ്, ഇടൂ എന്നൊക്കെ പറയുന്ന അല്ലാണ്ട് ഒരുപാട് പേരൊന്നും വീഡിയോ കണ്ടിട്ട് അങ്ങനെ വലിയ അഭിപ്രായങ്ങളൊന്നും പറയാറോ നമ്മളെങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് വിടാനോ നമ്മൾ തന്നെയാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ എൻ്റെ ഹസ്ബൻഡും അങ്ങനെ വലുതായിട്ട് പ്രതീക്ഷ ഒന്നുമില്ല ഞാനിത് മുമ്പോട്ട് കൊണ്ടുവരും, അല്ല ഞാനിതിൽ ഉറച്ച് നിൽക്കുമെന്നൊന്നും. പുള്ളിക്ക് കാരണം എല്ലാം ഞാൻ അങ്ങനെ പകുതി വീട്ടിൽ ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്യാറ്. അതുകൊണ്ടായിരിക്കും പുള്ളി അങ്ങനെ വലിയ പ്രതീക്ഷകളൊന്നും വെച്ചിട്ടില്ല. പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കിത് വളർത്തിയെടുക്കണം എന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, കാശ് കിട്ടി തുടങ്ങിയോ എന്ന്. എനിക്ക് പറയാനുള്ളത്, യൂട്യൂബ് നമ്മുടെ അമ്മമാന്മാരുടെ വകയൊന്നും അല്ലല്ലോ. യൂട്യൂബ് അമ്മൻ അങ്ങനെ വെറുതെ അങ്ങനെ കാശൊന്നും തരില്ല. ഇനിയും ഒരുപാട് ദൂരം ഞാൻ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. പക്ഷെ അതെല്ലാം പ്രതീക്ഷിച്ചിട്ടും അതെല്ലാം അറിഞ്ഞിട്ടും തന്നെയാണ് ഞാൻ യൂട്യൂബിൽ ഇറങ്ങിയിട്ടുള്ളത്.
എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നമുക്ക് ഒന്നും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഇതാണ് യൂട്യൂബ്. പിന്നെ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നടക്കും, എൻ്റെ മക്കളെ നോക്കാൻ എനിക്ക് എവിടെയും ജോലിക്ക് പോകാൻ ഇപ്പോഴത്തെ ഒരു ഇതിൽ എനിക്ക് പറ്റൂല. മക്കളെ അങ്ങനെ നോക്കാനോ അങ്ങനെ ഏൽപ്പിക്കാനോ ഒന്നും പ്രത്യേകിച്ച് ആരും ഇല്ലാത്തത് കൊണ്ട് മുമ്പും ഞാൻ ജോലികളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ വീട്ടിലെ കാര്യങ്ങളും നടക്കും, എനിക്ക് വീട്ടിൽ പിള്ളേരെ നോക്കിയിരിക്കുകയും ചെയ്യാം. ഇതൊരു സൈഡിൽ കൂടെ എൻ്റെ ഇഷ്ടത്തിൻ്റെ പുറത്ത് കൊണ്ടുപോകും. പിന്നെ ഇഷ്ടം മാത്രമല്ല, ഇപ്പോൾ എല്ലാവരും ചോദിക്കും പറയും പാഷനാണെന്നുള്ളതിൽ മാത്രമല്ല, അത് വരുമാനം കിട്ടിയിട്ട് തന്നെയാണ് എല്ലാവരും ഇത് പാഷനായിട്ട് എടുക്കുന്നത്. ഞാൻ ഉൾപ്പെടെ എല്ലാവരും അതിന് വരുമാനം കിട്ടുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് യൂട്യൂബിൽ നിൽക്കുന്നത് തന്നെ. അപ്പോൾ ഒരു ദിവസം വരുമാനം കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞാനും അതിനോട്ടുള്ള കടമ്പകൾ ഓരോന്നായിട്ട് കടന്നുകൊണ്ടേ ഇരിക്കേണ്ടത്. അപ്പോൾ അതിലൊരു കടമ്പയാണ് ഞാനിപ്പോൾ ക്രോസ് ചെയ്തിട്ടുള്ളത്, 1K എന്നുള്ളത്. അത് മാത്രമേ ഞാൻ ഇതായിട്ടുള്ളൂ. 1K 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള കടമ്പ മാത്രമേ ഞാൻ കടന്നിട്ടുള്ളൂ. ബാക്കി ഇനിയും കടമ്പകൾ ഒരുപാട് കടക്കാനുണ്ട്. അതൊക്കെ കടക്കാൻ നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ യൂട്യൂബിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരിൽ ഒരാളാണ് ഞാനും. താങ്ക് യു വെരി മച്ച്.